ഇന്നത്തെ വചനചിന്ത: ദൈവം അറിയാതെ താങ്കളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ശൂന്യത നിറയ്ക്കുവാൻ കഴിയുന്ന കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് താങ്കളെ യോഗ്യനാക്കി മാറ്റും. താങ്കളുടെ കാൽ വഴുതി പോകുവാൻ കർത്താവ് സമ്മതിക്കുകയില്ല. മനുഷ്യരുടെ മുൻപിൽ എത്ര കരഞ്ഞാലും ആശ്വാസം ലഭിക്കുകയില്ല. എന്നാൽ ദൈവസന്നിധിയിലെ ഹൃദയത്തെ പകരാം. ഹന്ന ദേവാലയത്തിൽ കണ്ണുനീർ ഒഴുക്കിയതുപോലെ ദൈവസന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ തങ്ങളുടെ കണ്ണുനീർ തുടച്ച് ആശ്വാസവും അനുഗ്രഹവും നൽകുവാൻ സാധിക്കുകയുള്ളൂ. 57 സങ്കീർത്തന പുസ്തകം 10-11 വാക്യം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കട്ടെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിശ്വസിക്കുക. യേശു താങ്കളുടെ തൊഴിൽ മേഖലകളിൽ, കടഭാരങ്ങളിൽ, തടസ്സങ്ങളിൽ, പരീക്ഷാ വിഷയങ്ങളിൽ, പരീക്ഷാ വിജയങ്ങളിൽ, താങ്കളുടെ എല്ലാ ആകുല ചിന്തകളിലും യേശു അത്ഭുതം പ്രവർത്തിക്കും. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. വിശ്വാസത്താൽ വിളിച്ചു പറയണം: എന്നെ അറിയുന്ന ദൈവമുണ്ട്. ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ട സമയത്ത് എനിക്ക് വേണ്ടി നന്മകളൊക്കെയും കരുതി വയ്ക്കുന്ന, തക്ക സമയം ദൈവിക കരുതലുകൾ വെളിപ്പെടുത്തുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. വചനം ശ്രവിക്കുന്ന താങ്കളുടെ മുൻപിൽ ഒരു വഴി അടഞ്ഞാൽ ഭയപ്പെടരുത്. മറ്റൊരു വഴി വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തക്ക സമയം ദൈവം തുറക്കും. താങ്കളുടെ ദൈവം അനുഗ്രഹിക്കും. ദൈവം താങ്കളുടെ ജീവിതത്തിൽ വിജയം നൽകുവാനിടയാകും. ദൈവം അറിയാതെ താങ്കളുടെ ജീവിതത്തിനകത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് വിളിച്ചു പറയണം. കാരാഗ്രഹമാകട്ടെ, തീച്ചുളയുടെ അനുഭവമാകട്ടെ, സിംഹക്കുഴിയാകട്ടെ, ഈർച്ചവാളിൻ്റെ അനുഭവമാകട്ടെ, അവയൊക്കെയും ദൈവം അറിഞ്ഞിട്ടാണ് ഏത് പരീക്ഷ അനുവദിച്ചാലും പരിഹാരം നൽകുന്ന ദൈവമുണ്ട്. മാറിയ മധുരമാക്കുന്ന ദൈവമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഭക്തന്മാരുടെ ജീവിതം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അനേകം കഷ്ടതയിലൂടെ, കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ടുവെങ്കിലും പിന്നത്തേതിൽ ദൈവിക പദ്ധതിക്കായി ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ അനുഭവിക്കുന്ന കഷ്ടത, പ്രതികൂലം, തകർച്ച സകലത്തിൻ്റെയും മീതെ ദൈവത്തിന് ഒരു പരിഹാരം ദൈവം കരുതി വച്ചിട്ടുണ്ട്. ദൈവത്തിന് താങ്കളുടെ മേൽ വലിയ വലിയ പദ്ധതിയുണ്ട്. ദൈവം അറിയാതെ താങ്കളുടെ ജീവിതത്തിനകത്ത് യാതൊന്നും സംഭവിക്കുന്നില്ല. താങ്കൾ പൂർണ്ണമായി ദൈവകരങ്ങളിൽ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. പരിഹാരമായി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം വചനം ശ്രമിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചലിക്കും. ഈ വചനങ്ങളാൽ കർത്താവ് സകലെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.